ഒരുപാട് കാര്യങ്ങൾ, 36 സ്ഥലം, ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും ഇന്നത്തെ ആളുകൾക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ശാസ്താംകോട്ട എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ നേരത്ത് അതിൻ്റെ കാര്യം നമ്മൾ തിരുവനന്തപുരം നമുക്കിതിൻ്റെ ആവശ്യമില്ല, പ്രശ്നങ്ങളല്ലേ, ആവശ്യമില്ല, ഒരുപാട് സമ്മതിക്കത്തില്ല. കല്ലിട്ടു, 1 രൂപ പോലും കയ്യിലില്ല. കല്ലിട്ടു. ആ പ്രാവശ്യം ഡിസംബറിൽ മലേഷ്യയിൽ പോയി. മലേഷ്യയിലെ ക്രിസ്മസ് എല്ലാം നടത്തിയിട്ട് ആകെപ്പാടെ തെണ്ടിപ്പറ്റെന്ന് തന്നെ വേണം പറയാൻ. എന്നിട്ട് കിട്ടിയത് 3.25 ലക്ഷം രൂപ ഇന്ത്യൻ രൂപയാണ്. അതുപോലെ കൊണ്ട് തന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് കുറേ വിശ്വസനായതുകൊണ്ടായിരിക്കാം ഇതെല്ലാം കൊണ്ട് തരുമായിരുന്നു. അതുപോലെ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ അന്ന് തൊട്ട് മറ്റ് പണം വാങ്ങാതെ ജീവിച്ചതിൻ്റെ കാരണം. മറ്റു പണം വാങ്ങിച്ച് ചെലവാക്കിയത് ഇതിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ശമ്പളം മാത്രം മതി എന്നുള്ള ധാരണ കൊണ്ടുതന്നു. കല്ലിട്ടിട്ട് നേരെ ശാസ്താംകോട്ടയിൽ നിന്ന് പുത്തൂർ വഴി പോയി ജോൺസന്റെ ഫാദറിന്റെ വീട്ടിൽ പാപ്പച്ചൻ എടുത്തു കൊടുത്തത് 10 ലക്ഷം രൂപയുടെ ചെക്കാണ്. സ്വാർത്ഥതയില്ലാതെ നന്മ ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ നന്മയ്ക്ക് കൂട്ടുനിൽക്കുവാൻ ദൈവവും അനേക ആളുകളും കൂടും. അങ്ങനെയാണ് ഈ സ്ഥാപനവും ഒക്കെ നടന്നതും ഉണ്ടായത്. ഇനിയുമാണെങ്കിലും സ്വാർത്ഥതയില്ലാതെ നന്മ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും നന്മയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ സ്ഥാപനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചില സ്ഥാപനങ്ങൾ കെട്ടിടം പണിയാനോ മുറി പഠിക്കാനൊക്കെ മേടിച്ചെന്നിരിക്കും. ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഇങ്ങനെ മേടിക്കുന്നു കേട്ടോ, നിങ്ങൾ റബ്ബർ നട്ടാൽ 7 വർഷം അങ്ങോട്ട് കൊടുത്തെങ്കിലേ ഇങ്ങോട്ട് കിട്ടുന്നുള്ളൂ. അവരുടെ തത്വതായിരുന്നു. പക്ഷേ ഈ ജോലി കൊടുത്തതിൽ 90% നന്ദി കെട്ടവരാണ്. കൊട്ടാരക്കര കോളേജിൽ സമരമുണ്ടായി. ഒരു അധ്യാപകനോട് ജോലി കൊടുത്ത അധ്യാപനം കൊടുത്തിട്ട് പറഞ്ഞു, തിരുമേനി സമരം സംഘടനയുടെ കയ്യിൽ. തിരുമേനി ആരും പറയുകയാണ്, എൻ്റെ കാല് പിടിച്ചവൻ്റെ കാല് പിടിച്ചിട്ടാണ് സമ്മതിക്കുന്നില്ല. എൻ്റെ കാല് പിടിച്ച് ജോലി മേടിച്ചവൻ്റെ കാല് പിടിച്ചിട്ടാണ് സമ്മതിക്കുന്നില്ല. കയ്യിൽ നിന്ന് പോയി സംഘടനയിലാണ്. ഇവർക്കൊക്കെ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ തെറ്റിദ്ധരിക്കുന്നവരായിരുന്നു കൂടുതൽ. കാരണം എവറസ്റ്റിന്റെ മുകളിൽ എത്തിയെങ്കിൽ മാത്രമേ എവറസ്റ്റ് എന്താണെന്ന് ഒരാൾക്ക് അറിയാൻ പറ്റില്ല, താഴെന്ന് പറയാനൊക്കത്തില്ല. വളരെയേറെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ സഹിച്ച് വിശ്വാസത്തിൽ മാത്രം സ്ഥാപിച്ചിട്ടുണ്ട്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതുപോലെ അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങൾക്കെല്ലാം ആരെങ്കിലും അദ്ദേഹം ആദ്യകാലങ്ങളൊക്കെ ചിട്ടി പിടിച്ച് മുത്തൂറ്റുകാരുമായുള്ള ബന്ധുമാതായിരുന്നു. ചിട്ടി പിടിച്ച് ഇന്ന് 1 ലക്ഷം രൂപ കൈമുത്ത് കിട്ടുന്ന സ്ഥാനത്ത് അന്ന് 50 രൂപയും 100 രൂപ ഇതെല്ലാം കൊണ്ട് സ്വരൂപിച്ചാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അറിയാവുന്ന ആളുകളുടെ എണ്ണമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയും പേര് നിലനിർത്താൻ സാധിക്കുന്നെങ്കിൽ അത് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ശാസ്താംകോട്ട കോളേജിൻ്റെ 1 ബ്ലോക്ക് തീർന്നു. തിരുമേനി കുറേ രൂപയൊക്കെ കൊണ്ടുതന്നാണ്. 2ാമത്തെ ബ്ലോക്ക് പണിയാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ 2 മാസം ഞാൻ ദേവലോകത്ത് ചെല്ലുന്നു, സുഖമില്ലാതെ കിടക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. ആരും പല അച്ഛന്മാരുടെ പേര് പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. തിരുവനന്തപുരത്ത് ഓർമ്മയില്ല. ഉടനെ ശാസ്താംകോട്ടയെന്ന് പറഞ്ഞു. കല്ലറൊക്കെ അവിടെ ഇല്ലേ. പിന്നെ എന്നെ വിളിച്ചു, അവിടെ താമസിച്ചു. 2 മാസം അവിടെ താമസിച്ചു. അപ്പം കാലം ചെയ്യുന്ന സമയം വരുമ്പോൾ ജനുവരി 26-ാം തീയതി ഒരു രാവിലെ തൊട്ട് ഒരു പ്രയാസമൊക്കെ വരും. ഞാൻ ശാസ്താംകോട്ട വിളിച്ച് പറഞ്ഞു, ആ 2ാമത്തെ ബ്ലോക്കിൻ്റെ കല്ലെടുത്തോണ്ടില്ല. അച്ഛന്മാരെല്ലാം കൂടെ വന്നു. ആ കല്ല് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം കാലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൈ എടുത്ത് ഞാൻ ഈ കല്ലേ വെച്ചു. ആ കെട്ടിടം അദ്ദേഹം പണം തന്നു തീർന്നതിനേക്കാൾ പെട്ടെന്ന് തീർന്നു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത, അദ്ദേഹത്തിൻ്റെ ആത്മീയ ദർശനം എന്ന് പറയുന്നത്, ഞാൻ 1968
SSLC പാസ്സായി ആശ്രമത്തിൽ ചേരാൻ ആഗ്രഹിച്ചു. ആദ്യം പോകുന്ന പത്തനാപുരത്താണ്. വലിയ തോമാ മാർദ്ദവനാസിനെയൊക്കെ നോക്കി. എനിക്ക് അന്ന് 29.5 കിലോ ഉള്ളു. സാറ് കഴിഞ്ഞാണ് സർട്ടിഫിക്കറ്റ് 30 കിലോ തന്നത്. നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ കൊച്ചൻ. എൻ്റെ അമ്മയും ഞാനും എൻ്റെ ഫാദർ വീടിലായിരുന്നു. ഇവൻ കൊച്ചനാണ്, ഇവൻ ആശ്രമമൊന്നും സന്യാസമൊന്നും മനസ്സിലാകത്തില്ല ഈ പ്രായത്തിൽ. ബ്രീഡിലേക്ക് പോകട്ടെ, പിന്നെ സെമിനാരിൽ പോകട്ടെ, പിന്നെ തീരുമാനിച്ച. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആവശ്യമായി അദ്ദേഹത്തിന് ഏറ്റവും വാത്സല്യവാനും അടുപ്പമുള്ള അഡ്വക്കേറ്റ് TM ചെറിയാൻ, എൻ്റെ സഹോദരൻ കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, കുറുലോസ്ലേക്ക് എഴുതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവൻ കൊച്ചനല്ലേ, ഓതറ പോയി പഠിക്കട്ടെ. അങ്ങനെ ഓതറതായി പോകാനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം വീണ്ടും കൊല്ലത്തിൽ നിന്ന് എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു, ചെറിയാഴ്ച അവൻ കൊച്ചനാണല്ലോ, പഠിക്കുന്ന വേനല്ലേ, ആശ്രമത്തിൽ ചെന്നാൽ 2 വർഷത്തേക്ക് പഠിപ്പിക്കത്തില്ല. അതുകൊണ്ട് അവൻ നേരെ എൻ്റെ അടുത്ത് വരട്ടെ, കൊല്ലത്ത് വരട്ടെ. അങ്ങനെ 1968 ജൂൺ മാസം കൊല്ലവനയിൽ വന്നതാണ്. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു ഒക്കെ ഇങ്ങനെ ഇത്രയൊക്കെ ആയി. അദ്ദേഹത്തിൻ്റെ he was a great man. The character of any great man is to make great people greater and greater people greatest. വലിയവരുടെ ലക്ഷണം വലിയവരെ കൂടുതൽ വലിയവരാക്കും, അവരെ വീണ്ടും വലുതാക്കും. അതുകൊണ്ട് ഇത്രയൊക്കെ ആയി. BA കഴിഞ്ഞപ്പോൾ ഞാൻ സന്യാസിന് പാഠം ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്നതിന് പഠിത്തമൊന്നും വേണ്ടായിരുന്നു, ഓടും പോയി പഠിക്കുക. അങ്ങനെ നിർബന്ധം കൊണ്ടാണ് MA ഫാത്തിമ കോളേജിൽ ചേർത്തത്. അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നെ ഇംഗ്ലണ്ടിൽ വിട്ടു. കൂടുതൽ പ്രാവശ്യം അമേരിക്കയിൽ കൊണ്ടുപോയി. ഒരുപാട് സ്ഥലം വൈദികനായപ്പോൾ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ആവശ്യമായിട്ട്. ഇംഗ്ലണ്ട്, അമേരിക്ക, കാനഡ, സ്വിറ്റ്സർലൻഡ്, ഇസ്രായേലിൽ. എനിക്കിതുവരെയും റോമിൽ പോകണമെന്നോ പോപ്പിനെ കാണണമെന്നോ ആഗ്രഹം തോന്നിയിട്ടില്ല, നീ തോന്നത്തുമില്ല. കാരണം ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ കൂടെ ഞാൻ താമസിക്കുമ്പോൾ അതിനേക്കാൾ ഒരു വലിയ മനുഷ്യനെ ഇനിയും കാണാൻ സാധ്യതയില്ല. ഓർത്തഡോക്സ് സഭകളെല്ലാം വളരെയേറെ പുകഴ്ത്തുന്ന പോപ്ഷിലൂടെ കൂറിലോസിന്, ഇപ്പോഴത്തെ കൂറിലോസിന് വേണ്ടി അദ്ദേഹത്തെ 1/2 മണിക്കൂർ കണ്ടിട്ട് ഒരുപാട് പ്രശംസിച്ചു. എനിക്കൊന്ന് കണ്ടാക്കൊള്ളാൻ തോന്നി. ആവശ്യമായിട്ട് പോയി 18 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു ഗസ്റ്റായിട്ട്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതിനേക്കാൾ എത്രയെത്രയോ വലിയ വിശുദ്ധിയിലും ഭക്തിയിലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ കുറച്ചുകൊണ്ടല്ല, ആണ് ഞാനിവിടെ PhD ഇംഗ്ലണ്ടിൽ വിട്ടു. 2 വർഷം ഞാൻ പറഞ്ഞു, തിരുവനെ എന്നെ തിരിച്ചു വിട്ടേരെ. പരിശുദ്ധന്മാരുടെ കൈക്ക് വെള്ളം ഒഴിച്ചാൽ കിട്ടുന്ന ഞാൻ ഈ പുസ്തകത്തിൽ കൂടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ തിരിച്ച് ഒരുവനിടയായത്. ഏലിയാവിൻ്റെ കൈകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഏലിച്ചായിക്ക് ഏലിയാവിൻ്റെ ഇരട്ടി ശക്തിയെ കിട്ടി. അതുകൊണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തിരുമേനി വാസ് എ ഗ്രേറ്റ് മാൻ ഓഫ് ലേണിംഗ്. അദ്ദേഹം എപ്പോഴും വേദപുസ്തകമോ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളോ വെച്ചുകൊണ്ടിരിക്കും, ഗ്രീക്കായി മറ്റേതായി കൊടുത്തൊക്കെ. പഠിച്ച് ഡിഗ്രി കിട്ടിയിട്ടില്ലായെങ്കിലും അതിനേക്കാൾ പഠിക്കുന്ന ഒരു ഭാവം ഉണ്ടായിരുന്നു. The purpose of learning is not to get degrees, but to get knowledge. അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ ലക്ഷ്യം. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നു. എ ഗ്രേറ്റ് മാൻ ഓഫ് ലേണിംഗ്. അദ്ദേഹം പുസ്തകം ഡയറി എഴുതുമ്പോൾ പല കളറിലുള്ള മഷികളുണ്ട്. അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് പച്ച, ചുവപ്പ്. അദ്ദേഹം വെളിയിൽ നിന്ന് പോകുമ്പോൾ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന പല കാര്യങ്ങളൊന്നാണ് നല്ല ഡയറികളും. ഇപ്പോഴാണ് ഇവിടെ ഡയറി, നല്ല പേനകളും. അദ്ദേഹത്തിന് പഠിക്കുന്ന കണ്ടിട്ടാണ് ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പം നോട്ട്സ് എഴുതും, ഫുഡ് നോട്ട്സും എഴുതും. എൻ്റെ കോളേജ് ഫാത്തിമ ഒരിക്കൽ ഞാൻ എൻ്റെ കൂടെ പഠിച്ച 2 പ്രൊഫസേഴ്സ് അവിടെ ജോലി കാണാൻ ഒരു പറയുകയാണ്, ഫ്രാൻസിസ് പറയുകയാണ്, ഈ ഫാദർ ജെയിംസ് ഞങ്ങളോട് പഠിക്കുമ്പം ഞങ്ങൾക്ക് നോട്ടില്ല, നോട്ട് ബുക്കില്ല. ഫാദർ ജെയിംസിന് നോട്ടും ഉണ്ട്, ഫുഡ് നോട്ടും ഉണ്ട്. നോട്ടും ഫുഡ് നോട്ടും ഉണ്ട്. അത് പല കളറിലൊക്കെ. അതെല്ലാം തിരുമേനി കണ്ട് പഠിച്ചതാണ്. നോട്ടും ഫുഡ് നോട്ടും എല്ലാം. വാസ് എ ഗ്രേറ്റ് മാൻ ഓഫ് ലേണിംഗ്.
അത് അറിയാവുന്ന ആളുകളില്ല. ഒരിക്കൽ NGOസിൻ്റെ വലിയ മീറ്റിംഗ് ഡൽഹി നടക്കും. തിരുമേനി പോകുന്നു. പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റൊക്കെ ഉണ്ട്. തിരുമേനിക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്നത് KM ജോർജിനും ഇവരും. അദ്ദേഹം ഉള്ള കാര്യമായിട്ടില്ല, പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചു. ഇവരൊക്കെ വിചാരിച്ചതൊക്കെ എങ്ങനെയാണ്, എന്ത് ചെയ്യും? പല പ്രാവശ്യം വായിച്ചു. അദ്ദേഹം അങ്ങോട്ട് ചെയ്തു, ഒരു തത്വം. ഓരോ ഇൻവിറ്റേഷൻ ചെയ്തപ്പോൾ ഒരു പ്രധാന അധ്യാപകൻ ചോദിച്ചു, തിരുവനന്തപുരത്ത് ഈ വാക്ക് അങ്ങനെ മതിയോ? അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ മതിയോ എന്ന് ചോദിച്ചാൽ ഈസ് റിക്വസ്റ്റിംഗ് ചേഞ്ച്, മാറ്റാനാണ് പറയുന്നത്. അല്ലാതെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈസ് എ മാൻ ഓഫ് ഗ്രേറ്റ് ലേണിംഗ്. പക്ഷേങ്കിൽ ഈ അറിവ് കൂടുതലും ആത്മജ്ഞാനമായതിനാൽ അദ്ദേഹം സെമിനാരിലൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ അദ്ദേഹം ബുക്കും ഗ്രാമറും ഒക്കെ എടുത്തിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തു. സെമിനാരിലെ വലിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്, മിക്കവാറും ആ പ്രസംഗമെല്ലാം ചീറ്റി കണ്ടിട്ടുള്ളതാണ്. അതേസമയം വലിയ പ്രസംഗങ്ങൾ ഒന്നും ഒരുങ്ങിയില്ല, ദൈവമേ എന്ന് പറഞ്ഞ് കാറിലിരുന്ന് പ്രാർത്ഥിച്ചു പോരുമ്പോൾ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകാത്ത ഭാഗമുണ്ടെങ്കിൽ ഏശയ്യാ പ്രവാചക ഒന്ന് പറഞ്ഞു തരണമെന്ന് പോലും പറഞ്ഞ സമയങ്ങളുണ്ട്. റെവലേറ്ററി നോളജ് അവർക്ക് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ വാസ് എ ഗ്രേറ്റ് മാൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസം കൊണ്ടാണ് ഇതൊക്കെ സ്ഥാപിച്ചത്. വാസ് എ ഗ്രേറ്റ് മാൻ ഓഫ് ഗ്രേസ്. ദൈവകൃപയിൽ ആശ്രയിച്ചാണ്. സാധാരണ നിങ്ങളൊക്കെ മിസ്റ്റർ എന്നും മിസ്സസ് എന്നൊക്കെ പറയും, അച്ഛന്മാരെ റെവറൻഡ് എന്നൊക്കെ പറയും, തിരുമേനിമാരെ ചില മോസ്റ്റ് പറയും. നമ്മുടെ ഗ്രേസാണ്. ഗ്രേസ് ദൈവത്തിൻ്റെ കൃപ കൗതാശത്തിലൂടെ നടത്തി തരുന്ന ചാനലുകളാണ്. അദ്ദേഹത്തെ അവസാനം ഹിസ് ഹോളിനെസ്, റിഫ്ലക്റ്റിംഗ് ദ ഹോളിനെസ് ഓഫ് ഗോഡ്. അദ്ദേഹത്തിൻ്റെ ശോഭയെന്ന് പറയുന്നത് ഭക്ഷണം കഴിഞ്ഞ ശോഭയല്ലായിരുന്നു. ഇന്ന് രാവിലെ നോമ്പിൻ്റെ പ്രാർത്ഥന പറയുന്നുണ്ട്, വെടിപ്പോടെ നോമ്പ് നോക്കുന്നവൻ മാലാഖമാരുടെ ശോഭ ലഭിക്കുന്നു, സ്വർഗത്തിലേക്ക് കയറുവാനുള്ള ചിറക് ലഭിക്കുന്നു. ആ ശോഭയായിരുന്നു നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ശോഭയാണ്. 68 കൊല്ലത്തെല്ലുമ്പോൾ അവിടെ കഴിക്കുന്ന കഞ്ഞിയിൽ നിന്ന് റേഷൻ, നിങ്ങളാരും കഴിച്ചിട്ടില്ല, റേഷൻ ചാക്കരി, നാറുന്ന ചാക്കരി കൊണ്ടുവരുന്നതിന് മുമ്പേ നാറും. ഞാൻ ചോദിച്ചോട്ടെ, എന്ത് ഈ തിരുമേനി ചാക്കരി അങ്ങനെ പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടുമൊക്കെ മിച്ചപ്പെടുത്തുണ്ടാക്കിയതാണ് ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അതായത് ഹോസ്പിറ്റാലിറ്റി, ആര് വന്നാലും എന്തെങ്കിലും കൊടുക്കും. ഉച്ചഭക്ഷണം കഴിഞ്ഞാണ് ഒരാൾ വരുന്നെങ്കിൽ ചോറ് കാണും, ഒന്നും കാണത്തില്ല കൂട്ടാൻ. എന്നോട് പറയും, എന്താ ജെയിംസ് ആ ശോശാമ്മയുടെ വീട്ടിൽ പോയി ഇത്തിരി കൂട്ടാൻ വന്നു. ഞാൻ അച്ഛനായിട്ട് തിരുമേ അയാൾക്ക് ഈ ശോശാമ്മ തരുന്നത് മാത്രം ഞാൻ കൊണ്ടുവരും, എന്തേലും തന്നാൽ വേണ്ടെന്ന് പറയുന്നത്. കാരണം അന്ന് മേടിച്ചതാണ് ഹോസ്പിറ്റൽ. അതുകൊണ്ടാണ് ഇപ്പോഴും ശാസ്താംകോട്ട വന്നാൽ ഒരു ഉണ്ണിയപ്പമെങ്കിലും കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കും. അദ്ദേഹം എടുത്തു കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ആളുകൾ വളരെ ചുരുക്കമാണ്. ഗ്രേറ്റ് മാൻ വിൽ അണ്ടർസ്റ്റാൻഡ് ഗ്രേറ്റ് പീപ്പിൾ. അവിടെ പ്രത്യേകം ഞാൻ ഓർക്കുന്നത് കോരുന്ന ജഡ്ജി, അദ്ദേഹമൊക്കെ അവിടെ വരുമ്പോൾ ഞങ്ങളുടെ പിള്ളേരെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കും. അദ്ദേഹത്തിന് കാപ്പിയോ ചായ കൊടുത്തിട്ട് ആ ഗ്ലാസ് തിരിച്ചു ചോദിച്ച തരത്തില്ല. അവരുണ്ട് എന്തെങ്കിലും ജഡ്ജി എന്ന് എടുത്താട്ടെന്ന് പറഞ്ഞില്ല, തിരുമനസ് കൊണ്ടൊന്ന് എടുത്തു തന്നാൽ അവരത് വലിയൊരു നിവേദ്യമായിട്ട്. വലിയ ആളുകൾ, അവർക്ക് വലിയ ആളുകളെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് he is a man of great hospitality, a man of great faith, a man of great grace. അത് ശാസ്താംകോട്ട വേൾഡ് സ്കൂൾ തുടങ്ങിയപ്പോൾ ആദ്യം എഴുതുന്ന ഒരു വാചകമുണ്ട്, there is no time in our life when we do not need the grace of God. There is no time in our life when we do not need the grace of God. ദൈവകൃപ ആവശ്യമില്ലാത്ത ഒരു സമയവും നമുക്കില്ല. അതിൻ്റെ കൂടെ പറയും, എവറിഥിങ് മൈനസ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു നത്തിങ്.
നത്തിങ് പ്ലസ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു എവരിതിങ്. ഒന്നുമില്ലെങ്കിലും ദൈവകൃപ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ദൈവകൃപയില്ലെങ്കിൽ ഒന്നുമില്ല. ആകയാൽ ഈ കാര്യം അദ്ദേഹം വളരെയേറെ പട്ടിണി കിടന്ന് അദ്ദേഹത്തിൻ്റെ വൈദികനായിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ ലോകത്തിൽ നല്ല സൗകര്യങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ. സന്യാസത്തിൻ്റെ വ്രതമെന്ന് പറയുന്നത് ദാരിദ്ര്യ വ്രതവും അനുസരണ വ്രതവും പാതിവൃത്യ വ്രതമാണ്. അത് മനസ്സാ പാലിക്കുവാൻ നോക്കി. ഓതറ പലരും കൂടെ താമസിക്കുന്നു. അവർക്ക് ചോറ് കൊടുത്തിട്ട് വെള്ളം ഒറ്റ കുടിക്കുന്നത്. കുട്ടനാടൻ പ്രദേശങ്ങളിൽ പോയി നെല്ല് വിരിച്ചുകൊണ്ട് വരും. നെല്ല് വിരിച്ചുകൊണ്ട് വന്ന് അന്ന് ഇങ്ങനെ സാമാന്യ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതാണ്. വരുന്നവർക്ക് കൊടുക്കും, വിരുന്നുകാർക്ക് കൊടുക്കും, അവർ കാണത്തില്ല. അങ്ങനെ കയ്യിലൊക്കെ നീര് പിടിച്ചിട്ടുണ്ട്. അന്നത്തെ ഡ്രൈവർ പാപ്പച്ചൻ ഈ മുളക് തൊടിയുടെ തണ്ടില്ലേ, തണ്ട് വലയും ചൂടാക്കി ഈ കായലൊക്കെ വെക്കും. ഇതിന് പറയും, ഞാൻ മെത്രാപ്പോലിത്തയായി കഴിഞ്ഞാണ് പട്ടിണി. ഇവിടെ പോകുമ്പോഴാളുകൾ ചെല്ലുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്ന രീതിക്ക് കൊതിക്കും. ഒരുപാട് രസമാണ് കാണാൻ വേണ്ടി തന്നെ. ഞങ്ങൾ ചുറ്റുപാട് നിൽക്കുന്നത് ഒരു പഴം തന്നാലും ഞങ്ങൾ 5-6 മുറിച്ചു കൊടുക്കും. ഒരുപാട് മാൻ ഓഫ് ഗ്രേറ്റ് ഫെയ്ത്ത്. ഹിസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കഷ്ടവും നഷ്ടവുമായി. ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായത് കഷ്ടപ്പെട്ടും നഷ്ടപ്പെട്ടുമാണ്. ദ ക്യാപിറ്റൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കഷ്ടവും നഷ്ടവും. കഷ്ടപ്പെടാതെ പണം കിട്ടത്തില്ല, ആ പണം നഷ്ടപ്പെടാതെ ഒന്ന് സ്ഥാപിക്കാനൊക്കത്തില്ല. കഷ്ടപ്പാട് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ ഈ വസമ ഗ്രേറ്റ് മാൻ ഓഫ് ഗ്രേറ്റ് റെസിലിയൻസ്. ഒരുപാട് റെസിലിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ കൂടെ നിൽക്കുന്ന റെസിലിയൻസ് ഈഗിളാണ്. കൊടുങ്കാറ്റ് വരുമ്പോൾ അതിനെതിരെ പറന്നു തിരിച്ച് ഗ്ലൈഡ് ചെയ്തു. പ്രതികൂല സാഹചര്യങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള പണം ഉണ്ടായിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയും, മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. നല്ലതാണ്, സ്കോളർഷിപ്പ് കൊടുക്കുക, വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ, ഒരുപാട് കാര്യം ചെയ്യാം. പിന്നെ മംഗലാപുരത്തും വരുന്നുണ്ട് ജോർജ് സാറിൻ്റെ ചാരിറ്റി, നല്ലതാണ്. പക്ഷെ മണി ഈസ് ദ ചീപ്പസ്റ്റ്. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് സോൾട്ട്. ഉപ്പ് പോലെ കൂടിയാൽ കുഴപ്പം. കുറച്ചാൾ മുമ്പ് മംഗലാപുരത്ത് വലിയൊരു ധനവാൻ നേത്രാവതി പാലത്തിൻ്റെ സിദ്ധാർത്ഥ് കഫിയുടെ ഓണർ. പണം ഒരിക്കലും നമുക്ക് സമാധാനം തരുന്നില്ല. മണി ഈസ് ഗുഡ്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സമൂഹത്തിന് നന്മ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ വൈദികരെ ഭവനസം നടത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുണ്ട്. ഇപ്പോഴത്തെ മെടുക്കന്മാർക്ക് മാറി മാറി വെറൈറ്റി ഓഫ് പ്രയർ. അങ്ങനെയില്ല. കർത്താവ് പറയും, നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം സമാധാനം. രണ്ടാമത് പിതാക്കന്മാർ പറഞ്ഞു, ഈ ഭവനത്തിൻ്റെ വരവുകളും ചിലവുകളും തിരുനാമ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമാണ്. നന്മ ചെയ്യുവാൻ സാധിക്കും. ചിട്ടി നടത്തി ഒക്കെ ഒരുപാട് സഭയിലെ മിക്കവാറും ആളുകൾ പ്രഗത്ഭർ വന്നിട്ടുണ്ട്. പലിശ മേടിച്ച് സ്ഥാപനം നടത്തുന്നത്. അദ്ദേഹം ഞാൻ നോക്കിയപ്പം ഈ പറഞ്ഞവരെല്ലാം ബൈബിളിൻ്റെ പകുതിയെ പഠിച്ചിട്ടുള്ളൂ. മാത്യുസന്മാരും ബൈബിൾ മുഴുവൻ പഠിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലായി, അനാഥരോടും വിധവകളോടും സ്വയം മേടിക്കരുന്നുള്ളതേ ഉള്ളൂ. 5 താലന്ത് കൊടുത്തു. 1 താലന്ത് കൊടുത്തവരോട് പറഞ്ഞു, ദുഷ്ട, മടിയനും ദുഷ്ടനുമായ പിക്കട ലീവിൾ, നീ എന്തുകൊണ്ടിത് പലിശക്കാരുടെ മേശമേ എറിഞ്ഞില്ല? അതായത് വേദപുസ്തകം മുഴുവൻ പഠിച്ചാളാണ്, മനസ്സിലാകുന്നു. എന്തെങ്കിലും പഠിച്ചിട്ട് കുറ്റം പറഞ്ഞാൽ അദ്ദേഹത്തെ വിമർശിച്ചവരുടെ എണ്ണമാണ് കൂടുതൽ. കാലത്തെ സേവകരുടെ പ്രേരണയിൽ ഒരു പുസ്തകം എഴുതിച്ച് അദ്ദേഹത്തെ കുറിച്ച്. ആ പുസ്തകത്തിൻ്റെ പേര് പ്രകാശഗോപുരം. പ്രകാശഗോപുരം. അദ്ദേഹത്തിന് ആദ്യ വരി അതിനകത്ത് എഴുതിയിരിക്കുന്നത്, വാനവരുടെയിൽ അസൂയാദോഷം പാടുണ്ടെങ്കിൽ മാനുഷ്യസുഖനോട് അക്രമന്മാർക്കുണ്ടെന്നും മാലാഖന്മാരുടെ മനുഷ്യന് അസൂയുണ്ടെങ്കിൽ സേവസ്വരൻ ചെറിയാച്ച ഈ പുസ്തകം ഇപ്പം പബ്ലിഷ് ചെയ്ത് അദ്ദേഹം കാലം ചെയ്ത ശേഷമേ പബ്ലിഷ് ചെയ്യാം.
യാഥാർത്ഥ്യങ്ങൾ എപ്പോഴും. അതുകൊണ്ടാണ് പറഞ്ഞത്, പലരുടെയും നെഞ്ചത്ത് കത്തി വെച്ചാൽ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പറ്റും. ഞാൻ ഒരു കാര്യത്തിനോട് പറഞ്ഞു, അതോട് പോകാതിരിക്കുക പറയും. ജോർജ് സാറിനോടുള്ള ബഹുമാനവും ഇദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനത്തിലുള്ളതുകൊണ്ട് മാത്രം വന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. He's a man of great resilience, man of great faith, man of great discipline, man of great self-control, man of great patience. ഈ ചെറിയാച്ചൻ്റെ വീട്ടിൽ ഒരു ദിവസം വക്കീലായിരുന്നു. കോടതിയുമായി ബന്ധപ്പെട്ട് പോയി ഭക്ഷണം കഴിക്കാൻ പോകുന്നു. പോയ വഴി ചെറിയാച്ച നല്ല മീനൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ് കൈ കഴുകാൻ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ തിരുമേനി വറുത്ത മീൻ കഴിക്കുന്നില്ല. ചെറിയാച്ചൻ ഒരുപാട് നിർബന്ധിച്ചു, വേണ്ട, ഇപ്പം ആവശ്യമില്ല. ഒരു വക്കീൽ ഭാഷയിൽ ഒരുപാട് എഴുത്തു തന്ന അവസാനം പറഞ്ഞു, മുടിയൊന്നും ഉണ്ടായിട്ടല്ല, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ചെറിയാച്ച കണ്ടപ്പോൾ കൊതി തോന്നി വേണ്ടാന്ന് വെച്ചു. It's a man of great self-control. It's a man of great patience. എറണാകുളം പള്ളിയിൽ അദ്ദേഹം പോകുന്നു. യാദൃശ്യമായിട്ട് അദ്ദേഹത്തിന് കുളിക്കാൻ തോർത്താനുള്ള ടർക്കി വെക്കാൻ മറന്നുപോയി. അവിടുത്തെ ആളുകൾ അദ്ദേഹം കുളിക്കാൻ കയറി. ഒരു ചെറിയ ടവൽ നമ്മൾ കാപ്പ് കുടിക്കുമ്പോൾ ഉപയോഗിക്കില്ല, അദ്ദേഹം അത് ഉപയോഗിച്ച് ഒന്നും പറഞ്ഞില്ല. പരിപ്പോ ആവലാതിയോ വേവലാതിയോ പരാതിയോ ഉള്ള സെൽഫ് കണ്ടന്റ്മെന്റ് ഉള്ളവർ ഒരിക്കലും പരാതി പറയത്തില്ല. ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രായത്തിൽ, 48 വർഷമായ അച്ഛനായിട്ട്. പണമുണ്ട്, ഡിഗ്രി ഉണ്ട്, കാറുണ്ട്, ഒരുപാടുണ്ട്, പക്ഷെ കണ്ടന്റ്മെന്റ് ഇല്ല. അവസാനം മനസ്സിലായി, കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് കണ്ടന്റ്മെന്റ് ഇല്ല. നമ്മുടെ കണ്ടന്റ്മെന്റ് ഈ എല്ലും തൊലിയൊന്നുമല്ല. Man is created in the image and likeness of God. So the content of human being is image of God. ദൈവരൂപവും സാദൃശ്യമാണ്. So a life according to the gospel of Christ, that is going to be our content. കർത്താവ് ഉണ്ടെങ്കിൽ പോലും മാർത്തയുടെ വീട്ടിൽ ചെന്നപ്പോൾ മാർത്തയ്ക്ക് ആവലാതിയും വേവലാതിയും പരാതിയുമാണ്. മറിയിക്കറിയില്ല, യേശു പാദത്തിലേക്ക്. സോ തിരുമേനി വാസ് എ ഗ്രേറ്റ് മാൻ ഓഫ് കണ്ടന്റ്മെന്റ്. എങ്ങും കുറ്റം പറഞ്ഞ് കണ്ടിട്ടില്ല, പരാതി പറഞ്ഞ് കണ്ടിട്ടില്ല. എ ഗ്രേറ്റ് മാൻ ഓഫ് കണ്ടന്റ്മെന്റ്, എ ഗ്രേറ്റ് മാൻ ഓഫ് റെസിലിയൻസ്, എ ഗ്രേറ്റ് മാൻ ഓഫ് ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് നമ്മളൊക്കെ റാഷണൽ ബീയിങ്സ്. ഫെയ്ത്ത് ഈസ് ദ ക്ലൈമാക്സ് ഓഫ് റീസൺ. നമുക്കൊക്കെ പഠിക്കുന്ന 2 വാക്കായിരുന്നു, റാഷണൽ ആൻഡ് ഇറാഷണൽ. There is another word called supra-rational, beyond and above reason. ഗ്രിഗോറിയസിന് പഠിപ്പിക്കുമായിരുന്നു 3-4 വാക്കുകൾ ഓർമ്മയിരിക്കുന്നു. സൈലൻസ് ഇസ് എ ക്ലൈമാക്സ് ഓഫ് സ്പീച്ച്. സൈലൻസ് ഇസ് എ ക്ലൈമാക്സ് ഓഫ് സ്പീച്ച്. ക്ലാസ്സിൽ ബഹളം വെക്കുമ്പോൾ ജോർജ് സാറ് വിടുന്നു, സൈലൻസ് പ്ലീസ് പറഞ്ഞു. ബഹളം കൂടുക പറയും, അത്രയും ശബ്ദം കൂടും. ദേഷ്യപ്പെട്ട അവസാനം ഒരു നോട്ടം നോക്കുമ്പോൾ silence is climax. Darkness is a climax of light. ഉച്ചയ്ക്ക് സൂര്യനെ നോക്കാൻ കണ്ണിലിട്ട് വലിയ വണ്ടികൾ ലൈറ്റ് ഡിം ചെയ്യുന്ന ഇതേ കൊച്ചു വണ്ടിക്ക് മുമ്പേ ഇരുട്ട്. ഡാർക്ക്നെസ് ഇസ് എ ക്ലൈമാക്സ്. അതുകൊണ്ടാണ് ദൈവം കൂരിട്ട് വസിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവം അഗ്നി സിംഹാസനത്തിലാണ് കൂരിട്ട്. മോശ കയറി പോകുന്നത് പ്രകാശത്തിലേക്കാണെങ്കിലും അത് ഇരുട്ടിലേക്കാണ്. ഇറങ്ങി വരുമ്പോൾ മുഖം ശോഭിക്കും. അതുപോലെയുള്ള മുഖശോഭ. അതുകൊണ്ടാണ് ഏഞ്ചൽ അച്ഛൻ ഏഞ്ചൽ ബാബായായി സൂര്യ തേജസ്സായി മാറി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശത്തിന്റെ ഉടയവനെ നോക്കി. അദ്ദേഹത്തിന്റെ പ്രയർ ലൈഫ് എന്ന് പറയുന്നത് ആരും കാണുന്നതല്ല. കാനോനിക നമസ്കാരം, രഹസ്യ പ്രാർത്ഥന, ആന്തരിക പ്രാർത്ഥന എല്ലാ ദിവസവും രാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ 1 മണിക്കാകാം 2 മണിക്കാകാം എഴുന്നേൽക്കുമ്പോൾ 7
അനുതാപത്തിന്റെ പ്രാർത്ഥന, രഹസ്യ പ്രാർത്ഥന എല്ലാം ചൊല്ലുന്നു. കൂടെ താമസിക്കുന്ന ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. യാദൃശ്യമായിട്ട് ഒരു മാസം എനിക്ക് കൂടെ പോയപ്പോൾ ഒരു മുറിയിൽ താമസിക്കാൻ ഇടയായപ്പോഴാണ് മനസ്സിലാക്കുന്നത്. രഹസ്യ പ്രാർത്ഥന, ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ, അതൊന്നും ആരും കാണിക്കുവാൻ വേണ്ടിയല്ല, ഭക്തിയല്ല. ഒരു ചമ്മാച്ചനെ വഴക്ക് പറഞ്ഞു, നമസ്കാരത്തിന് വേഗം തുടങ്ങി, ഇടൂ തനിക്ക് ഭക്തി ഇല്ലെങ്കിൽ കപടഭക്തി വരുന്നു. കാരണം കപടഭക്തി കൊണ്ട് ജനങ്ങൾ നശിക്കത്തില്ല, ഇയാളെ പോകത്തു. കപടഭക്തി പാലില്ല കേട്ടോ, നമുക്ക് ഭക്തി തന്നെ വേണം. പറഞ്ഞതാണ്. ഒരുപാട് പ്രയാസങ്ങളും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ആതുരാല ഹോസ്പിറ്റൽ, അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു പരിമല ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജാണ്. അന്നത്തെ സുന്നത സമ്മതിച്ചു. കാരണം മാൻ ഓഫ് ഫെയ്ത്ത്. റീസൺ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ആഗ്രഹമുണ്ട്. ഇതൊന്നും റീസൺ കൊണ്ടല്ല. ഫെയ്ത്ത് ഈസ് ദ ക്ലൈമാക്സ് ഓഫ് റീസൺ. റീസൺ അവസാനിക്കുന്നിടത്ത് ഫെയ്ത്ത് തുടങ്ങുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, until and unless you turn and become like children, you cannot enter the kingdom of God. കുഞ്ഞുങ്ങൾക്ക് റീസൺ ആണ് ഉപയോഗിക്കുന്നുണ്ട്. 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും 8 വയസ്സുള്ള കുഞ്ഞിനെയും ടെറസിൽ മേടിച്ച് താഴെ ചാടാൻ പറഞ്ഞാൽ ആര് ചാടും? 1 വയസ്സുള്ള ചാടും. മറ്റേ പറയും, പപ്പായുടെ വേല കയ്യിലിരിക്കട്ടെ, എന്നെ കളിയാക്കാൻ നോക്കണ്ട, ഞാൻ ചാടണം വീഴണം. പറ്റത്തില്ല. റീസൺ കൊണ്ട് കാര്യം നടക്കത്തില്ല. നമ്മളൊക്കെ ഈ അടുത്ത സമയം വരെയും മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും തിരഞ്ഞെടുക്കുന്നത് ഭക്തിയുടെയും ഒക്കെ അറിവ്. ഇപ്പം അതൊക്കെ മാറി വരുന്നു. ഇപ്പം പോപ്പുലർ ഡിഗ്രിയുടെയും കാര്യമൊക്കെ വരുന്നുണ്ട്. ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയായിരുന്നു മേൽപ്പട്ടക്കാരനായിട്ട് തിരഞ്ഞെടുക്കാൻ 2 പേരെയാണ്. അക്കൂട്ടത്തിൽ ഈ 38 വയസ്സുള്ള മാത്യൂസന്റെ പേര് കൂടെ പറഞ്ഞപ്പോൾ കൊച്ചനാണ് നമ്മൾ EJ ഫിലിപ്പോസൻ ചെയ്ത് ബാവയോട് പറഞ്ഞു, പരിമളത്തിൽ എനിക്ക് 28 വയസ്സ്, 28, 26, 29 മനസ്സിലാവും. ഗുരുവിനെ ഭക്തിയോടെ, പരിമളത്തിന് വേണ്ടി ശിഷ്യൻ ഗിയോറിസിംബാവയുടെ ശിഷ്യൻ കോറിയോ, ശൻസോനോ, കാശിഷോ, റംബാൻ, ദയറൂസോ, പിന്നെ ഏർപ്പെട്ട്, ഇതെല്ലാം അദ്ദേഹം കൊണ്ടാണ്. ഏലിയാവിൻ്റെ പുതപ്പ് വീണുന്ന ഏലിശായ്ക്ക് ഇരട്ടി ശക്തി കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഒരുപാട് സഹിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് പ്രയാസങ്ങൾ. സ്വാർത്ഥതയില്ലാതെ നന്മയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നന്മ ചെയ്യുന്നവരുടെ കൂടെ ഒരു കൂട്ടം ആളുകളെ, അങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം. ഇത്രയും രാഷ്ട്രീയ സ്വാധീനമുണ്ടായ ഒരാളുണ്ടോ എന്നറിയാം. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, കരുണാകരൻ ഒരു പ്രാവശ്യം തോറ്റു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കുകയും ഒരു തുക കൊടുക്കുകയും ചെയ്തു. പഴയ സെമിനാരി അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു പാർട്ടി വേണം, സിറിയൻ ക്രിസ്ത്യൻ കോൺഗ്രസ്. അദ്ദേഹം വിളിച്ചു കൂട്ടി. അപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ച ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഓർത്തഡോക്സിൽ അതിന് കുറവാക്കി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് സ്കൂളും കോളേജും മേടിക്കാനാണ് നമുക്ക് വേണ്ട. അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടേതായ MLA-മാർ വേണം, MP-മാർ വേണം, മന്ത്രിമാർ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവരെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയിലും ശക്തിയിലും ആശ്രയിച്ചാണ് ഇതെല്ലാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അദ്ദേഹത്തിൻ്റെ കബറിങ്കലോ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിലോ നിങ്ങൾ അഭയപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹായം നമുക്ക് ധാരാളമായി ലഭിക്കും. ഞാൻ ഇവിടെ നിൽക്കുന്നറിയാം, ദൈവത്തിൻ്റെ കൃപയും എൻ്റെ മാതാപിതാക്കളും പരിശുദ്ധന്മാരും കഴിഞ്ഞാൽ ബാബാദയുടെ മധ്യസ്ഥ ശ്രീ ജോർജേട്ടൻ ഒരുപാട് അടുപ്പോൾ അറിയാം. മംഗലാപുരത്തെ അരമന അന്ന് കണ്ടിട്ട് വന്നാണ്. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയും. അബുദാബി പള്ളിയിലെ അംഗമായിരുന്നു ജോർജേട്ടൻ. ഒരുപാട് എനിക്ക് അടുപ്പവും താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് ഒക്കെ കാര്യം അറിയാം. ഞാനായിരിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിലും ഒക്കെയാണ്. നിങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുകയും മധ്യസ്ഥ അഭയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങളും ഇതുപോലെ സാഹചര്യങ്ങളൊക്കെ ദൈവം വരാൻ സഹായിച്ചോടെ മധ്യസ്ഥ ധാരാളമായിട്ട്. ആകയാൽ അദ്ദേഹത്തിനെ കൊല്ലം ഭദ്രാസനം കിട്ടുമ്പോൾ ഉള്ള പള്ളികളുടെ ഇരട്ടി പള്ളികളാണ് അദ്ദേഹം ഉണ്ടാക്കിയത്.
ആ ഭദ്രാസനത്തിൽ നിന്നാണ് 5 പേരെ ഭദ്രാസനം ഉണ്ടായത്. കന്യാകുമാരി മുതൽ മാവേലിക്കര വരെ നീണ്ട ഒരു ഭദ്രാസനമായിരുന്നു. അതിനാണ് തിരുവനന്തപുരം, മാവേലിക്കര, അടൂർ, കടമ്പനാട്, കൊട്ടാരക്കര, പുനലൂർ, കൊല്ലം. കുഞ്ഞുങ്ങൾ ഈ പള്ളിയിൽ പോകുമ്പോൾ അന്നത്തെ പല പള്ളികളിലും ഓലപ്പരകളാണ്. എവിടുന്നെങ്കിലും ഒരു കട്ടിൽ പള്ളിയിൽ കൊണ്ടിട്ട് മഴ പെയ്യുമ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. അദ്ദേഹം അന്നിതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്നുമില്ല. പുരയിടത്തിൽ ഒരു കുഴി കുത്തി ഒരു തടിയിട്ട് അവിടെ മറപ്പുരാന്ന് അവർ പ്രയാസങ്ങളൊക്കെ നമ്മളൊന്നും സഹിക്കത്തില്ല. പ്രയാസങ്ങളുടെ നടുവിൽ മാത്രമേ നമുക്ക് വളരാനൊക്കത്തുള്ളൂ. അങ്ങനെയാണ് ഈ റെസിഡൻസ് ഒക്കെ കൂടിയതും എടുത്തതുമല്ല. പക്ഷേ ദൈവികമായ പദ്ധതിയിൽ ദൈവം കൂട്ടിച്ചേർക്കുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ധനവാന്മാരും ദൈവികരും ഒരുപാട് ആളുകൾ. കടം വന്നാലും ഇപ്പോഴും ഓർക്കുന്ന കായംകുളത്ത് പ്രഭാത മാത്തുകുട്ടി സൗകര്യമുള്ള ആളായിരുന്നു. പലപ്പോഴും അവിടെ ചെന്ന് കടം മേടിക്കും. അങ്ങനെ പലരുടെയും മേടിച്ചൊക്കെയാണ് ഇതെല്ലാം നടത്തിയത്. അതുകൊണ്ട് നല്ല ഹോസ്പിറ്റലുകൾ, ശാസ്താംകോട്ട മെഡിക്കൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഓർഫനേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ദൃശ്യമായ ദർശനം നമുക്ക് ഒരല്പമെങ്കിലും കിട്ടാൻ സാധിച്ചാൽ ആയിട്ട് ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കുന്നുള്ളൂ. എന്നിട്ട് തന്നെ തന്ന സമയമൊക്കെ കൂടുതൽ പോയി. ഏതായാലും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർക്കുന്ന ഈ സമയത്ത് ഈ മീറ്റിങ്ങിൽ വരുവാനും ഇടയായി തീർന്നതും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാൻ ഇടയായതും ഒക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അല്പമെങ്കിലും ഒരു പ്രേരണ ലഭിക്കുന്നെങ്കിൽ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും നിഷ്ഠ കൊണ്ടും അതുപോലെ തന്നെ കഷ്ടപ്പാട് കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ നമുക്ക് വളരാൻ സാധിക്കണം. സ്വാർത്ഥതയില്ലാതെ നന്മ ചെയ്യുവാൻ നമുക്കിടയായി തീരണം. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് തിരുവനന്തപുരം ഞാൻ പഠിച്ചതാണ്, നാം എന്ത് ചെയ്താലും ഡു ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവ മഹത്വത്തിന് വേണ്ടിയാണ്. 2, ഡു ഇറ്റ് ഫോർ ദ ഓണർ ഓഫ് ദ ചർച്ച്, സഭയുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയായിരിക്കണം. 3, ഡു ഇറ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജാതി മത വ്യത്യാസമില്ലാതെ സാധിക്കണം. 4, ഇതുകൂടെ നമ്മുടെ രക്ഷയായിരിക്കണം, നമ്മുടെ ആത്മാവ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഒരു യോഗി സദാശിവനായ എൻ്റെ ഒരു വലിയ ആത്മീയ ഗുരു പോലുള്ള ആളാണ്. അദ്ദേഹം പണ്ട് തന്നൊരു രുദ്രാക്ഷനായ സ്വർണ്ണം കിട്ടിയെന്നുള്ളത് കൂടി അദ്ദേഹം ബാബാദേവിനെ കാണാനായിട്ട് ഞാൻ ഒരുപാട് കുറുസുവിനെ കാണാനായിട്ട് ഒന്ന് കണ്ട അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ സന്യാസികൾ വളരും തോറും വേഷം കുറയുകയും വേഷം വീഴാതെ പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥ വരെ പോകുന്നു. എന്നാൽ നമ്മുടെയൊക്കെ തിരുവേന്മാരൊക്കെ വേഷം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് കാണുന്നില്ലാതെ വരുന്നു. ഞാൻ നിർബന്ധിച്ചു ദിവസം കൊല്ലം അരമനയിൽ. അപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയാണ്. ഭയങ്കര ചൂടുള്ള സമയമാണ്. കറണ്ട് ഉണ്ടെങ്കിലും അദ്ദേഹം ഫാൻ ഇട്ടിട്ടില്ല. അവർ സംസാരിച്ചു. ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെ ഇരിക്കുന്നു? സാറിൻ്റെ കമൻ്റ്, ദേഹബോധമില്ലാത്ത യോഗി. ദേഹബോധമില്ലാത്ത യോഗി. കാരണം ഈ ചൂടൊന്നും ഒന്നും തോന്നുന്നില്ല. കുറേ പുസ്തകങ്ങളുടെ ഇടയിൽ അദ്ദേഹം ഇരിക്കുന്നു. അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. ദേഹബോധമില്ലാത്ത യോഗി. അദ്ദേഹത്തെക്കുറിച്ചൊരു എന്തെങ്കിലും എഴുതണമെന്ന് പലരും ഞാൻ എഴുതില്ല. ഞാൻ എന്നിട്ട് പിന്നെ സാറിനെ കൊണ്ടൊന്ന് എഴുതിപ്പിച്ചു, ഒരാൾ കൊടുക്കാൻ. സാർ എഴുതി, അദ്ദേഹത്തെ കണ്ടാൽ സ്വർണ്ണ തളികയിലെ നാരങ്ങ പൊടി, സ്വർണ്ണ തളികയിലെ നാരങ്ങ. അദ്ദേഹത്തെ മനസ്സിലാക്കിയ ഒരുപാട് ഹൈന്ദവരുണ്ടായിരുന്നു. ഇവിടെയും വന്നു ജ്ഞാന തപസ്സിൽ അല്ലേ, ഒരുപാട് ഹൈന്ദവർ. നമുക്ക് മാത്രമേ ഉള്ളൂ മനസ്സിലാകാത്തത്. നമ്മൾ കാണുന്ന ബാഹ്യമായ രൂപങ്ങളൊക്കെയാണ്. ചിലർക്ക് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, എൻ്റെ കൊണ്ട് ട്രെയിനിലൊരാൾ വന്നിരുന്നു. അധികം സംസാരിച്ചില്ല, പേര് ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും. മഞ്ജുനാഥ്, വൈഫ് വീണ. കാസർഗോഡ് ഇറങ്ങാൻ നേരത്ത് ആ വീണ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, സന്തോഷം, മതി. ഇത്രേ നടന്നുള്ളൂ, വേറെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല.
കഴിഞ്ഞ ശനിയാഴ്ച കാസർഗോഡ് പോകുമ്പോൾ ഞാൻ ഇവരൊന്ന് കാണാം. മഞ്ജുനാഥ് ഒരു യൂറോളജിസ്റ്റാണ്, ഹോസ്പിറ്റലിൽ പോകണം. ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. ഒരു സാധനം എടുത്തുകൊണ്ട് ഞാൻ പോയി. അപ്പോൾ മഞ്ജുനാഥ് എന്നെ കാണാനായിട്ട് പള്ളിയിൽ പോയി. മഞ്ജുനാഥനെ കണ്ടു. നിങ്ങൾ സംസർഗം പുലർത്തി കാലിൽ തൊട്ടു. ഞാൻ ഉടനെ തന്നെ തിരിഞ്ഞ് സാറിൻ്റെ കാലത്ത് തൊട്ടു. ഓർത്തോസായുടെ കാലത്ത് നമ്മൾ തൊടുത്താൽ ശരിയല്ലേ? അത് ഹൈന്ദവനും അതറിയാം. ആകെയായ കമ്മ്യൂണിക്കേഷൻ സൈലൻ്റായിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ കബറിൽ പോയി നിർബന്ധമായിട്ട് ഇവിടുന്ന് വരുന്നുണ്ട്. ഇപ്രാവശ്യം വന്നു പെരുന്നാൾ വരികയും സഹകരിക്കുകയും ആവോളം സഹായിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം കാണുന്നുണ്ട്. ആകയാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം നിങ്ങൾ കൊണ്ടാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായ മധ്യസ്ഥയും അനുഗ്രഹങ്ങളും കാവലും ഈ സ്ഥാപനത്തിനും ഇതിൽ പഠിച്ചവർക്കും ഇതിൽ പഠിക്കുന്നവർക്കും പഠിക്കുവാൻ പോകുന്നവർക്കും ഇവിടെ ജോലി സേവനം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.